പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇങ്ങനെ ഒരു പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സാന്നിധ്യത്തിൽ നമ്മൾ എന്തു പ്രഖ്യാപിക്കുന്നോ അതെല്ലാം നടക്കുവാനിടയായി തീരും. ഈ സാന്നിധ്യത്തിൽ എന്തെല്ലാം പറഞ്ഞാലും അത് നടക്കുവാനിടയായി തീരും. അത്രമേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലല്ലോ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയട്ടെ, ലോകത്തിൽ എവിടെയും കിട്ടാത്ത ദൈവസമാധാനം, ഹല്ലേലൂയ, ലോകത്തിലെങ്ങും കിട്ടാത്ത സമാധാനം ദൈവ സന്നിധിയിൽ നമുക്ക് ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ നമ്മളെ എന്തെല്ലാം പറഞ്ഞാലും ആ സാന്നിധ്യം നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാ ദൈവത്തിന് വിഷയം. അങ്ങനെയെങ്കിൽ ആത്മാ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രാരംഭം ഇങ്ങനെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് എന്താവശ്യമുണ്ടോ ഈ സാന്നിധ്യത്തിലേക്ക് വിതച്ചാട്ട്. നിന്റെ പദങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ നിലവിളികൾ, നിന്റെ ഞരക്കത്തിന്റെ ശബ്ദങ്ങളെല്ലാം ഈ സാന്നിധ്യത്തിലേക്ക് വിതയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ വ്യാപാരം നിന്റെ വിഷയങ്ങളിന്മേൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രതികാലിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരുമിച്ചായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഏറെ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി മാറേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അധികം സമയം ദീർഘിപ്പിക്കാതെ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ആമേൻ, ഹല്ലേലൂയ. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. കേട്ടവരാമി പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശാപത്തിന് വേണ്ടി ക്രിസ്തു ശാപമായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒന്നിനും കളങ്കപ്പെടുത്താൻ പറ്റാത്ത ഒരു നാമമാണ് ക്രിസ്തു നാമം എന്ന് പറയുന്നത്. ക്രിസ്തു യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് ഒന്നിനാലും കളങ്കപ്പെടാൻ പറ്റാത്ത ഒരു നാമമാണ്. എന്നാൽ യേശു നമുക്ക് വേണ്ടി ശാപമാക്കുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു മനുഷ്യൻ്റെയും പദങ്ങൾക്ക് യേശുവിനെ ശാപഗ്രസ്തനാക്കുവാൻ പറ്റുകയില്ല. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീരുവാനിടയായി തീർന്നു. എങ്ങനെ? ഹല്ലേലൂയ. മരണത്തിന് പല വഴികൾ ഉണ്ടായിരുന്നിട്ടും കാൽവറി ക്രൂശിനാൽ, ഹല്ലേലൂയ, അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ക്രൂശിൽ മരിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള, ഹല്ലേലൂയ, യഹൂദന്മാരുടെ അല്ലെങ്കിൽ ന്യായപ്രമാണ കൽപ്പനകളാൽ, ഹല്ലേലൂയ, അവൻ തന്നെ ക്രൂശിന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും പൈശാചിക ലോകം പറയുന്നു അവനെ ക്രൂശിൽ തൂക്കിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ അവൻ ക്രൂശിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. ഒരു നിമിഷം നിങ്ങളെല്ലാം എൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവിക കൽപ്പനകൾക്ക് അനുസരണക്കേട് കാണിച്ച ആദാമിയ സന്തതിയുടെ മേൽ ഒരു ശാപം വീഴുവാനിടയായി തീർന്നു. എന്നിട്ട് ആദാമിനോട് ദൈവം ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെടുവാനിടയായി തീരും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആദാമിനോട് പറയുകയാണ്, നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെടുവാനിടയായി തീരും എന്ന് പറയുവാനിടയായി തീർന്നു. അതിനുശേഷം സ്ത്രീയോട് പറയുകയാണ്, ആദ്യ സ്ത്രീയോട് പറയുകയാണ്, നിന്റെ സന്തതി സർപ്പത്തിന്റെ തലയെ തറക്കുവാനിടയായി തീരും. സർപ്പത്തിനോട് പറയുന്നു, നീ മനുഷ്യന്റെ കുതികാൽ, നീ സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കുവാനിടയായി തീരുമെന്ന് പറയുന്നു. അങ്ങനെ എന്നിട്ട് പറയുകയാണ്, സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന്റെ സന്തതിയും തമ്മിൽ എന്നും ഒരു ശത്രുത്വം ഉണ്ടാകുവാനിടയായി തീരും. ആദാമിനോട് പറയുന്നു, നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെടുവാനിടയായി തീരും. ആദാമിന് 2 മക്കൾ ഉണ്ടാകുവാനിടയായി തീരുന്നു. ആദാമിന് ഹവ്വായ്ക്കും 2 മക്കൾ ഉണ്ടാകുവാനിടയായി തീർന്നു. അവരുടെ പേരാണ് കായീനും ഹാബേലും എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഹാബേൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗം കഴിക്കുവാനിടയായി തീർന്നു. എന്നാൽ കായീന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. ഞാനിങ്ങനെ പറയട്ടെ, ഹാബേലിന്റെ രക്തം ഭൂമിയുടെ മേൽ വീണതിന് മുമ്പായിട്ട് അവൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുവാനിടയായി തീർന്നു. ഹാബേലിന്റെ ആരാധനയിൽ ദൈവം
പ്രസാദിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം ഒരുവന്റെ മേൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരുവന്റെ മേൽ ഒരു കാര്യത്തിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ വിലപ്പെട്ടവനാ. രാമേ പറയാം അതിന്. ദൈവം, ഹല്ലേലൂയ സ്തോത്ര, ഒരുത്തന്റെ ആരാധനയിൽ പ്രസാദിച്ചാൽ, ദൈവം ഒരുവനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അവൻ, ഹല്ലേലൂയ സ്തോത്ര, ഒരു അസാധാരണമായ ഗ്ലോറിയെ ക്യാരി ചെയ്യുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറയാം, അവന്റെ രക്തത്തിന് വിലയുണ്ട്, അവന്റെ ശബ്ദത്തിന് വിലയുണ്ട്. ഹല്ലേലൂയ സ്തോത്ര. അവന്റെ, ഹല്ലേലൂയ സ്തോത്ര, അവൻ നിൽക്കുന്ന മണ്ണിനൊരു വിലയുണ്ട്. അതെ, ദൈവം നിന്റെ ആരാധനയിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ നീ ഏറെ വിലപ്പെട്ടവനായി മാറുവാനിടയായി തീരും. ഞാൻ എന്താ ഇത് പറഞ്ഞെന്നറിയാമോ? ഭൂമി ശപിക്കപ്പെട്ടതായിരുന്നു, എന്നാൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ, ഹല്ലേലൂയ, എഴുതി കൊടുത്ത ഒരു യാഗ ക്രമീകരണങ്ങൾ അവന്റെ പക്കലില്ലായിരുന്നു, എങ്കിലും ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗത്തെ ഹാബേലിലൂടെ ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് കായീനിൽ ദുഷ്ടത ജനിപ്പിക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ തന്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് വയലിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആ വയലിൽ വെച്ച് അവനെ കൊന്നുകളയുവാനിടയായി തീർന്നു. ഹാബേലിന്റെ രക്തം ആ മണ്ണിൽ വീഴുവാനിടയായി തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കയീനെ ദൈവം വിളിച്ചിട്ട് ചോദിക്കുക, കയീനെ, നീ എന്താകുന്നു ചെയ്തത്? ഹല്ലേലൂയ. നിന്റെ സഹോദരനായ ഹാബേലിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവൻ തിരിച്ചു പറയുകയാണ്, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഹോദരനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അവന്റെ കാവൽക്കാരനോ? വീണ്ടും യഹോവയായ ദൈവം അവനോട് ഇപ്രകാരം പറയുകയാണ്, നിന്റെ സഹോദരന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് എന്നോട് നിലവിളിക്കുന്നു. അടുത്ത് യഹോവയുടെ അടുത്ത വാക്യ പ്രകാരമാണ്, നിന്റെ കയ്യിൽ നിന്ന് വീണ അവന്റെ രക്തത്തെ ഈ ഭൂമി വായ് തുറന്ന് എടുത്തിരിക്കുന്നു, വായ് തുറന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുക, ഞാൻ ഇതെന്തിനെ ഇങ്ങനെ കോട്ട് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവം പ്രസാദിച്ച ഒരുവന്റെ രക്തം, നിഷ്കളങ്കമായ ഒരു രക്തം, ദൈവത്തിന് പ്രസാദകരമായ ആരാധന കഴിച്ച ഒരുവന്റെ രക്തം ഒരു മണ്ണിൽ വീണ് കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തിന്റെ അടുത്തരുളപ്പാട്, ഹല്ലേലൂയ, അവന്റെ രക്തം ഈ നിന്റെ കയ്യിൽ നിന്ന് ഇവിടെ ചൊരിയപ്പെട്ടതിനാൽ നീ നിൽക്കുന്ന ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തം ആ മണ്ണിൽ വീണ് കഴിഞ്ഞപ്പോൾ ആ മണ്ണ് ശപിക്കപ്പെട്ടു പോകുവാനിടയായി തീർന്നു. കയീനോട് പറയുകയാണ്, ഇനി മുതൽ നിന്റെ കൈയുടെ, ഹല്ലേലൂയ, പ്രതിഫലം നിനക്ക് ആ ഭൂമിയിൽ നിന്ന് എടുക്കുവാൻ പറ്റുകയില്ല, അതുകൊണ്ട് നീ ദൂരത്തേക്ക് മാറിപ്പോകുകയാ. അടുത്ത കയീന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ, ഹല്ലേലൂയ സ്തോത്ര, ചെയ്ത തെറ്റ് വളരെ വലിയതാകുന്നു, ഞാൻ ചെയ്ത തെറ്റ് വളരെ വലിയതാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ മുഴുവൻ ഇങ്ങനെ, എന്താ പറഞ്ഞ, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുവാനിടയായി തീരും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊന്നുകളയുവാനിടയായി തീരും. കയീന്റെ അടുത്ത വേദനയാ. കയീൻ മനസ്സിലാക്കുകയാ, ഞാൻ ചെയ്ത തെറ്റ് വളരെ വലിയതാകുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു ആട്ടുകൊറ്റന്റെ രക്തത്തെക്കാട്ടിൽ വലിയതാണ് നിഷ്കളങ്കമായ, ഹല്ലേലൂയ, ദൈവം പ്രസാദിച്ച ഒരു മനുഷ്യന്റെ രക്തം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിന്റെ ആരാധന, ഹല്ലേലൂയ സ്തോത്രം, ഉയർന്ന ഒരു സ്ഥലത്ത്, ദൈവത്തിന്റെ പ്രസാദകരമായ ആ, ഹല്ലേലൂയ, ആരാധന കാഴ്ചവെച്ച ഒരു സ്ഥലത്ത്, ഹല്ലേലൂയ, നിഷ്കളങ്കമായ കുറ്റമില്ലാത്ത ഒരു രക്തം വീണിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ശപിക്കപ്പെട്ടു പോകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സംഖ്യ പുസ്തകത്തിൽ പറയുകയാണ്, സംഖ്യ 35:33 പറയുകയാണ്, ഒരു ഭൂമിയിൽ ഒരു രക്തം വീണാൽ, ഹല്ലേലൂയ, ഒരു രക്തം, ഒരു ഭൂമി ഒരു രക്തത്തെ ഏറ്റുകൊണ്ടാൽ ആ രക്തം മുഖാന്തരം ആ ഭൂമി ശപിക്കപ്പെടുവാനിടയായി തീരും. മോശയ്ക്ക് കൊടുത്ത കൽപ്പനയിൽ പറയുകയാണ്, ഒരു കൊലപാതകം നടക്കുമ്പോൾ ഒരു മനുഷ്യന്റെ രക്തം ഒരു ഭൂമിയിൽ, നിഷ്കളങ്കമായ രക്തം ഒരു ഭൂമിയിൽ വീണാൽ ആ രക്തം മുഖാന്തരം ആ ഭൂമി ശപിക്കപ്പെട്ടു പോകുവാനിടയായി തീരും. നിങ്ങൾക്ക് കേൾക്കണമോ? യഹോവയായ ദൈവം അവനൊരു അടുത്ത, ഹല്ലേലൂയ, ഉടമ്പടി കൊടുക്കുകയാ, നിന്റെ മേൽ ഞാനൊരു മാർക്ക് വെക്കുവാനിടയായി തീരും. നിന്റെ, ഹല്ലേലൂയ, ആരും നിന്നെ കൊല്ലാതെ വണ്ണം കയീനെ ദൈവം മാർക്ക് ചെയ്യുവാനിടയായി തീർന്നു. ഒരു സൈൻ അവന് വേണ്ടി വെളിപ്പെടുവാനിടയായി തീർന്നു. അന്നു മുതൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അടുത്ത അരുളപ്പാട് പ്രകാരമാണ്, ഇനി ആരെങ്കിലും കയീനെ കൊല്ലുവാൻ ശ്രമിച്ചാൽ ഞാൻ അവന് 7 ഇരട്ടി പകരം കൊടുക്കും. ഇത്രയും മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആരെങ്കിലും കയീന്റെ, ഹല്ലേലൂയ, ജീവന് എടുക്കുവാൻ ശ്രമിച്ചാൽ അവന് ഞാൻ 7 ഇരട്ടി പകരം കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെടുവാനിടയായി തീർന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നീ എന്ന വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പിച്ചൊരു കാര്യം പറയുവാൻ പറ്റും, നിന്റെ, ഹല്ലേലൂയ സ്തോത്രം, പ്രസൻസ് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാ.
ഞാൻ ഒന്നുകൂടെ പറയാം, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ നീ നിൽക്കുന്ന ഭൂമി ദൈവത്തിന് വളരെ വിലപ്പെട്ടതാ. നിന്റെ അധ്വാന ഫലം വളരെ ദൈവത്തിന് വിലപ്പെട്ടതാ. ഞാൻ പറയട്ടെ, എനിക്ക് പ്രസംഗിച്ച് ദൈവത്തെ ഹല്ലേലൂയ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുവാനിടയായി തീരും. എൻ്റെ ആരാധന ദൈവത്തിന് പ്രസാദകരമായി മാറിയാൽ എൻ്റെ ഭവനത്തിൽ ഞാൻ വിലപ്പെട്ടതായിരിക്കും, എൻ്റെ കുടുംബത്തിൽ ഞാൻ വിലപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ഞാനൊരു വിലപ്പെട്ടതായിരിക്കും. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കയീനെ ഒരു രക്തം ചൊരിഞ്ഞവനെ പോലും ദൈവം വീണ്ടെടുത്തിയ ഒരു പ്രക്രിയ കണ്ടോ. ദൈവം പറയുകയാണ്, ആരും നിന്നെ കൊല്ലത്തില്ല എന്നും പറഞ്ഞ് കയീൻ ശിക്ഷയിൽ നിന്നോ ഒഴിവുള്ളവനല്ല. അവൻ മുഖാന്തരം ഭൂമി ശപിക്കപ്പെടുവാനിടയായി തീർന്നു. അവൻ നിൽക്കുന്ന ടെറിട്ടറി ശപിക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, എപ്പോഴാണ് ഒരു ഭൂമിയുടെ മേൽ ശാപം വീഴുന്നതെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള അലൈൻമെന്റുകൾ എപ്പോൾ തെറ്റുന്നോ അപ്പോൾ ഭൂമിയുടെ മേൽ ശാപം വീഴുവാനിടയായി തീരും. ആദാം ഒരു ഉടമ്പടിക്കകത്തുള്ളവനായിരുന്നു. ആദാമിന് കൊടുത്ത കൽപ്പനകളിൽ ഒന്നായിരുന്നു ഹല്ലേലൂയ, ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഹല്ലേലൂയ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. എപ്പോൾ അതവൻ തെറ്റിക്കുന്നോ, എപ്പോൾ ആ ഉടമ്പടി അവൻ തെറ്റിക്കുന്നോ, അപ്പോൾ ഭൂമി ശാപഗ്രസ്തമാകുവാനിടയായി തീർന്നു. ഇപ്പോൾ കായീന്റെ ക്രമത്തിൽ നോക്കിക്കേ, കായീന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദാമി സന്തതിയായ കായീനിലൂടെ ആ ടെറിട്ടറി ശാപമായി തീരുകയാണ്. ദൈവം പറയുകയാണ്, നീ ഇവിടെ നിൽക്കരുത്, നീ ഇവിടെ നിന്ന് ദൂരത്ത് പോയി പാർക്കുക. എന്നാൽ മരണം ദൈവം മനുഷ്യന് കൊടുത്തില്ല. അതാ ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മരിക്കുവാൻ അല്ലെങ്കിൽ കൊല്ലുവാനുള്ള ക്രമീകരണത്തെ ദൈവം വേറെ ആർക്കും വിട്ടുകൊടുത്തില്ല. കയീനോട് പറയുകയാണ്, ഞാൻ നിന്റെ മേൽ ഒരു മാർക്ക് വെച്ചിരിക്കുകയാണ്, നിന്റെ ജീവനെ എടുക്കുവാൻ ശ്രമിക്കുന്നവനെ ഞാൻ 7 ഇരട്ടി പകരം കൊടുക്കുവാനിടയായി തീരും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു മനുഷ്യനെ അവനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും രക്തം ആ മണ്ണിൽ വീഴുവാനിടയായി തീരും, അല്ലേ? വീണ്ടും കായീന്റെ രക്തം ആ മണ്ണിൽ വീഴുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവം കൊലപാതകം കൊണ്ട് ഹല്ലേലൂയ പകരം വീട്ടുന്നവനല്ല. അവന്റെ ശിക്ഷയിൽ നിന്ന് അവൻ ഒഴിവല്ലാത്തപ്പോൾ തന്നെ കായീന്റെ മേൽ ദൈവം ഒരു മാർക്ക് വെച്ചു, ഇനി ഒരു മനുഷ്യനും നിന്നെ കൊല്ലത്തില്ല. ഒരാമയും പറയാമോ? അതിനുശേഷം കായീൻ ഒരു ഭാര്യ എടുക്കുവാനിടയായി തീർന്നു. കായീൻ ഒരു ഭാര്യയെ എടുത്ത് 2 ഭാര്യമാരെ എടുക്കുവാനിടയായി തീർന്നു. കായീൻ ഒരു ഭാര്യ എടുക്കുവാനിടയായി തീർന്നു. കായീന്റെ പുത്രനായിരിക്കുന്ന ലാമെക് എന്ന് പറയുന്ന ഒരു പുത്രൻ അവന് ജനിക്കുവാനിടയായി തീർന്നു. ആ ലാമെക് 2 ഭാര്യമാരെ എടുക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ലാമെക് പറയുകയാണ്, എൻ്റെ മുറിവുകൾക്ക് പകരം 2 ഭാര്യമാരെ അടുക്ക വിളിച്ചിട്ട് തൻ്റെ ഭാര്യമാരോട് പറയുകയാണ്, ലാമെക് പറയുകയാണ്, എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കുകൾക്ക് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും. വായിച്ചിട്ടുണ്ടോ അത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കുകൾക്ക് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലുമെന്ന് ലാമെക്ക് തൻ്റെ ഭാര്യമാരോട് പറയുവാനിടയായി തീർന്നു. എന്നിട്ട് അവൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവൻ ഒറ്റ കാര്യമാണ് അവൻ്റെ ഉദ്ദേശം. അവൻ പറയുകയാണ്, കായീനെ 7 ഇരട്ടി പകരം കിട്ടുമെങ്കിൽ എനിക്ക് 70 വട്ടം പകരം കിട്ടുവാനിടയായി തീരും. അതായത് 77 പകട്ടം അല്ലേ? 77 ഇരട്ടി പകരം കിട്ടുവാനിടയായി തീരും. അതായത് കായീന്റെ ലൈഫിൽ മേൽ ഒരു മാർക്ക് വീഴുകയാണ്, നിന്നെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. ഇപ്പോൾ കായീന്റെ സന്തതി വന്നപ്പോൾ അവൻ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ദൈവിക കൽപ്പനകളെ അവൻ അവന്റെ രീതിയിൽ മാറ്റുകയാണ്. ഞാനും ഒരു പുരുഷനെ കൊല്ലും, ഞാനും ഒരു യുവാവിനെ കൊല്ലും. കായീൻ ഒരുവനെ കൊന്നപ്പോൾ 7 ഇരട്ടി പകരം കിട്ടുന്ന ഒരു മാർക്ക് അവന്റെ മേൽ വീണെങ്കിൽ ഞാൻ 2 പുരുഷന്മാരെ കൊല്ലും, ഞാൻ ഒരു പുരുഷനെയും ഒരു യുവാവിനെ കൊല്ലുമ്പോൾ എനിക്ക് 70 ഇരട്ടി പകരം കിട്ടുവാനിടയായി തീരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കായീൻ കൈമാറിയ ഹല്ലേലൂയ, കായീന്റെ മേൽ ദൈവം കൈമാറിയ ഒരു വിടുതൽ, ഒരു മാർക്ക്, ഒരു സൈനിനെ അടുത്ത സന്തതി വന്നപ്പോൾ അവൻ അവന്റെ രീതിയിൽ അതിനെ അലൈൻ ചെയ്യുകയാണ്. അവന്റെ ജീവനെ അവൻ പ്രൊട്ടക്ഷൻ ഇടുകയാണ്. നിങ്ങൾക്ക് കേൾക്കണമോ? നമ്മൾ വചനം വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ യഥാർത്ഥത്തിൽ ദൈവം കായീൻ ചെയ്ത വലിയൊരു അപരാധത്തെ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ദൈവം ക്ഷമിക്കുകയായിരുന്നു.
എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു നിന്നിട്ട് ഒരു കാര്യം പറയുകയാണ്. ഒരുവൻ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ഒരുത്തൻ സഹോദരനോട് പിഴച്ചാൽ എത്ര വട്ടം അവനോട് ക്ഷമിക്കണം? യേശു പറയുകയാണ്, 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയാണ്, 7 അല്ല 70 വട്ടം അവനോട് ക്ഷമിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. പുതിയ നിയമസഭയെ നോക്കിയിട്ട് ഞാൻ ആത്മാവിൽ ഇപ്രകാരം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക, യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക എപ്രകാരം നമ്മുടെ മേൽ ഒരു ഡോറായി ഓപ്പൺ ചെയ്യാമെന്നറിയാമോ? അവൻ പറഞ്ഞ വാക്കിനൊത്തവണ്ണം നമ്മൾ എപ്പോൾ അലൈനാകുമോ അപ്പോൾ ആ വാഗ്ദത്തം നമ്മുടെ മേൽ ഓപ്പറേറ്റ് ആകുവാനിടയായി തീരും. എന്നാൽ ഒരു കായിന സന്തതിയെ നോക്കിക്കേ, അവർ ഇപ്രകാരം ഹല്ലേലൂയ ദൂതിനെ, അവരുടെ മേൽ വീണ ആ മാർക്കിനെ, അവരുടെ മേൽ വീണ ആ പ്രൊട്ടക്ഷനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അവർ പറയുക, കായീന് 7 ഇരട്ടി സംരക്ഷണം കിട്ടിയെങ്കിൽ ഞാൻ 2 പേരെ കൊന്ന് 70 എന്റെ പ്രൊട്ടക്ഷനെ വർദ്ധിപ്പിക്കുവാനിടയായി തീരും. എന്നാൽ പുതിയ നിയമസഭയെ നോക്കിയിട്ട് യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നീ നിന്റെ സഹോദരനോട് 7 അല്ല 70 വട്ടം ക്ഷമിക്കുക, എന്നാൽ ഹല്ലേലൂയ ഈ പ്രൊട്ടക്ഷൻ എന്നേക്കും നിന്റെ സന്തതികളുടെ മേൽ നിലനിൽക്കുവാനിടയായി തീരും. Praise the Lord. Hallelujah. ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് സഭയെ നോക്കി ഇപ്രകാരം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുക, ഏതൊക്കെയോ ഭൂമിയുടെ മേൽ വീണ ശാപത്തിന്റെ വാക്കുകൾ, ഏതൊക്കെയോ ടെറിട്ടറികളുടെ മേൽ വീണ ശാപത്തിന്റെ വാക്കുകൾ നിന്റെ ഒറ്റ അലൈൻമെന്റിലൂടെ, നിന്റെ ഒറ്റ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചു മാറ്റുവാനിടയായി തീരും. ഖായീനിലൂടെയും ആദാമിലൂടെയും ഒരു ഭൂമിയിൽ ശാപം പേറിയെങ്കിൽ, ഒരു ഭൂമി ശപിക്കപ്പെട്ടെങ്കിൽ, നമ്മളുടെ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, മരക്കുരിശിനാൽ ഒരിക്കൽ ശപിക്കപ്പെടുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീരുവാൻ പോകുകയാണ്. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, അറിഞ്ഞും അറിയാതെയോ ശാപം പേറി നടക്കുന്ന ചില കുടുംബ ജീവിതങ്ങൾ, അറിഞ്ഞും അറിയാതെയോ തലമുറകളായി കൈമാറി വന്ന ശാപം കിടക്കുന്ന ചില കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇന്ന് ഇറങ്ങി വരാൻ പോകുകയാണ്. ഈ വചനം നിങ്ങൾക്കൊരു വാതിൽ തുറന്നു തരികയാണ്. ഈ വചനം നിങ്ങളുടെ മേൽ ഒരു ദൈവശക്തിയെ തുറന്നു തരികയാണ്. അറിഞ്ഞും അറിയാതെയോ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിൽ കേറിയ ശാപത്തെ ഈ അന്തരീക്ഷത്തിന്മേൽ യേശുവിന്റെ രക്തത്താൽ വിടുതൽ ചലിക്കുകയാണ്, വിടുതൽ ചലിക്കുകയാണ്. ആത്മാവിൽ കരുത്ത് ലഭിച്ചവർ ആ വിടുതലിനെ ക്ലെയിം ചെയ്തെടുത്താട്ട്. വൈഡകൾ പ്രഭാരകധുര ശാധാര വൈഡകൾ പ്രഭ രഗധുര മനഘടക രീഗത രഗൽ പ്രഭോ രഗധുര മനഘടക. നീ ഖായീന്റെ സന്തതിയല്ല, നീ യേശുവിന്റെ സന്തതിയാകിയാൽ നിന്നാൽ ചില ചർച്ചുകളുടെ മേലുള്ള, ചില അന്തരീക്ഷങ്ങളുടെ മേലുള്ള ശാപങ്ങളെ നിന്റെ വാക്കിനാൽ പൊളിക്കുവാനിടയായി തീരും. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ചില കുടുംബങ്ങളിൽ നിന്ന് ചില ശാപങ്ങൾ പൊളിഞ്ഞു മാറുവാനിടയായി തീരണം. ഒരു പ്രത്യേക ഏജ് എത്തുമ്പോൾ നിനക്കും ഇത് സംഭവിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ചില പൈശാചി ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാല ആത്മാവിൽ അഴിഞ്ഞു മാറുവാനിടയായി തീരട്ടെ. ചില സമയങ്ങളുടെ സ്വാധീനങ്ങൾ, ചില ഭൂമിയുടെ സ്വാധീനങ്ങൾ ചിലരെ കുരുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ അതേ മണ്ണിൽ യേശുവിന്റെ രക്തത്തെ തളിക്കുന്ന ദൈവിക നാവുള്ള ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഈ സഭയിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചിലതിനെ ഇന്ന് പകൽക്കാലം പുറത്തെടുക്കുവാനിടയായി തീരട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചില കുടുംബങ്ങളിൽ വീണ ശാപത്തെ അഴിക്കുവാനിടയായി തീരട്ടെ. ആത്മാവിൽ ഈ ദൂതിൽ മേൽ കയറി നിന്നാട്ടെ, ആത്മാവിൽ ഈ ദൂതിനെ കയറി നിന്നാട്ടെ. ദൈവം എന്റെ മേൽ പകർന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു തലത്തെ ചിലരുടെ നാവിന്മേൽ ദൈവം ഓപ്പൺ ചെയ്യുക. ഞാനിങ്ങനെ പറയട്ടെ, ഈ കായീന്റെ പ്രവൃത്തി അല്ലെ കായീന്റെ തലമുറയുടെ പ്രവൃത്തി അവിടെ കൊണ്ട് തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 23:35 വായിക്കോ ദൈവസനെ.
മത്തായിയുടെ സുവിശേഷം 23:35 കിട്ടിയ വേഗത്തിൽ വായിച്ചോ. മത്തായിയുടെ സുവിശേഷം 23:35. മത്തായിയുടെ സുവിശേഷം 23:35 ആർക്കും കിട്ടിയില്ലേ? നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവരായ ഒരേക്കിയാവിന്റെ മകനായ സക്രിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമല്ല നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. കേട്ടോ, ഇതെല്ലാം നീതിയുള്ള രക്തമാ. ഈ കായീന്റെ തലമുറകൾ വന്നപ്പോൾ ഓരോരുത്തരും ആലയത്തിൽ രക്തം ചൊരിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞാൽ ഒരു വിമോചനമുണ്ടെന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പറയുകയാണ്, അവരുടെ പള്ളികളിൽ വെച്ച് തന്നെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ ഒരിക്കലും ഇവിടെ പ്രസംഗിച്ചതാ, മോലേക്കിനെ തങ്ങളുടെ തലമുറകളെ കൊണ്ട് യാഗം കഴിക്കുവാനിടയായി തീർന്നു. ഒരു കൊയ്ത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തങ്ങളുടെ ആദിജാതന്മാരെ ബലി കഴിക്കുന്ന ഒരു പ്രക്രിയ ഒരു മണ്ണിൽ ആരംഭിക്കുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് ഗൾഫ് നാടുകളിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം, ഒരു ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി രക്തം ഒഴുക്കുന്നതായിട്ട് കാണാം. ഹല്ലേലൂയ. ഒരു ആട്ടുകൊറ്റനെ പിടിച്ചോ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യനെ കുരുതി കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, കായീന്റെ കാലം തൊട്ട് അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത് പോലെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, ഹാബേലിന്റെ രക്തം മുതൽ സെക്കരിയാവിന്റെ രക്തം വരെ നിങ്ങൾ ചൊരിയപ്പെട്ട ഓരോ രക്തവും നീതിയുടെ രക്തവും. ബാക്കി ഇങ്ങനെ വായിക്കുന്നേ, നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. കേട്ടോ, ഓരോ മനുഷ്യന്റെ മേൽ വരിക. പ്രൈസ് ദി ലോർഡ്. കാരണം കാലഘട്ടങ്ങളായി ഹല്ലേലൂയ മനുഷ്യനെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാ. നിർമ്മലമായ രക്തം, നീതിയുടെ രക്തം ഒരു മണ്ണിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഗലാത്യ ലേഖനം 3:13 വന്നപ്പോൾ യേശു പറയുക, സകല ശാപങ്ങളും ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏത് മേഖലയാ നിന്റെ ശാപത്തെ പൊട്ടിക്കുന്നറിയാമോ? ഹല്ലേലൂയ. ഒരു കാൽവറിയിൽ ഹല്ലേലൂയ അതുവരെ മരക്കുരിശിൽ ഒരുത്തൻ തൂങ്ങിയാൽ അവനും ആ മരക്കുരിശിനാൽ ശപിക്കപ്പെട്ടവനായി തീർന്നുവെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീരുവാനിടയായി തീർന്നു. അവൻ മുഖാന്തരം കാൽവറി ക്രൂശിനാൽ നമുക്കൊരു വിടുതൽ സംഭവിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിന്നുകൊണ്ട് ഒരു കാര്യം ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ പറ്റൂ, എന്റെ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ട ഭൂമി അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. നാളുകളായി കൈമാറി വന്ന ശാപത്തിന്റെ കെട്ടുകൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവനാൽ തകർന്നു മാറുവാനിടയായി തീർന്നു. അവനാൽ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ അവരെ സീനായുടെ മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാനിടയായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ ആലയം പണിയുമ്പോൾ, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പണിയുമ്പോൾ മോശയ്ക്ക് സീനായുടെ മുകളിൽ വെച്ച് ദൈവം ഒരു മാതൃക കാട്ടിക്കൊടുക്കുവാനിടയായി തീർന്നു. ആ മാതൃക പ്രകാരം അവൻ ഹല്ലേലൂയ സ്തോത്രം ന്യായപ്രമാണത്തെ മോശ ഭൂമിയിൽ സ്ഥാപിക്കുവാനിടയായി തീർന്നു. എങ്ങനെ കാട്ടിക്കൊടുത്തു പറഞ്ഞേ? സീനായുടെ മുകളിൽ ഒരു മാതൃക കാട്ടിക്കൊടുത്തു. ഉള്ള ഒന്നിന്റെ ഒരു മാതൃക സീനായുടെ മുകളിൽ ദൈവം കാട്ടിക്കൊടുക്കുവാനിടയായി തീർന്നു. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഞാൻ വായിച്ചത്, നിങ്ങൾക്ക് റെഫറൻസ് വേണോ? എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം, കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. കണ്ടോ, ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു മാതൃക അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു മാതൃകയ്ക്കൊത്തവണ്ണമായിരുന്നു ന്യായപ്രമാണത്തിൽ അവർ കൂടാരം പണിതത്. അല്ലെങ്കിൽ അവരുടെ സമാഗമന കൂടാരങ്ങളും അവരുടെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും എല്ലാം അവർ പണിതത് അവർ കണ്ട സീനായിൽ മോശ കണ്ടതിന്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു പണിതത്. അങ്ങനെയെങ്കിൽ ഞാനിങ്ങനെ പറയാം, ഒന്നിന്റെ ഉള്ളതിന്റെ ഒരു നിഴലായിട്ടായിരുന്നു ന്യായപ്രമാണത്തിൽ അവൻ പണിയുവാനിടയായി തീർന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തു തൻ്റെ ഐഹിക കാലത്തിൽ ഹല്ലേലൂയ എന്താ ചെയ്തതെന്ന് അറിയാമോ? അവൻ തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി തകർത്തിട്ട് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞിട്ട് ആ രക്തം ഭൂമിയുടെ മേൽ തളിക്കുന്നതിന് മുമ്പായി യഥാർത്ഥ നിഴലിന്മേലല്ല, മനുഷ്യന്റെ കൈപ്പണിയായ ദേവാലയത്തിന്മേലല്ല,
മാതൃക പ്രകാരം മോശയ്ക്ക് കൊടുത്ത ദേവാലയത്തിന്മേലല്ല, യഥാർത്ഥ അതിവിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലേക്ക് അവൻ കയറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, എത്രയൊക്കെ ശാപങ്ങൾ, എത്രയൊക്കെ നീതിയുടെ രക്തം ചൊരിഞ്ഞ ഒരു മണ്ണിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലോ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിച്ചുറപ്പിച്ച് പറയുവാൻ പറ്റും. നിന്റെ ഹല്ലേലൂയ സ്തോത്രം വീണ്ടെടുപ്പ് നടന്നത് ഈ കൈപ്പണിയായ ഒരു ദേവാലയത്തിലല്ല. നിന്റെ വീണ്ടെടുപ്പ് നടന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല. നിന്റെ വീണ്ടെടുപ്പ് നടന്നത് നിഴലിന്മേലല്ല. നിന്റെ വീണ്ടെടുപ്പ് നടന്നത് ഒറിജിനലായ സ്വർഗത്തിലാണ്. കാരണം നമ്മുടെ മഹാപുരോഹിതൻ തന്റെ നിഷ്കളങ്കമായ ഹല്ലേലൂയ സ്തോത്ര രക്തവുമായി പ്രവേശിച്ചത് യഥാർത്ഥ അതിവിശുദ്ധ സ്ഥലത്തിലേക്കത്രേ. അതുകൊണ്ടത്രേ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപഗ്രസ്തനാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, യഥാർത്ഥമായ ഒരിടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തവുമായി ഇന്നും നിൽക്കുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, വിശ്വാസ സഭയെ ക്രിസ്തുവിനെ നിന്റെ അധരത്തിൽ ലഭിച്ചെങ്കിൽ, ക്രിസ്തുവിനെ നിന്റെ ശരീരത്തിൽ ലഭിച്ചെങ്കിൽ, ക്രിസ്തുവിനെ നിന്റെ മനസ്സിൽ ലഭിച്ചെങ്കിൽ, ഈ നാവിനാൽ നിനക്ക് ക്രിസ്തുവിന്റെ രക്തത്തെ സകല നാമത്തിലും മേലായ നാമത്തിന്റെ ഈ ശക്തിയെ ഈ ഭൂമിയുടെ മേൽ തളിക്കുവാനിടയായി തീരും. നിനക്ക് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എത്ര നീതിയുള്ള രക്തം വീണ മണ്ണാണെങ്കിലും അതിലും മേലായ റാങ്കുള്ള ഒരുവന്റെ രക്തം എനിക്കും നിനക്കും വേണ്ടി ഒരു ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുവാനിടയായി തീർന്നു. അതിനെ നിനക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് ക്രിസ്തുവിന്റെ നാമം നിന്റെ നാവിന്മേലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ നാമം നിന്റെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ, ഈ ക്രിസ്തുവേശുവിന്റെ നാമം നിന്റെ കുടുംബത്തിന്മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിനക്ക് പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയുവാൻ പറ്റും: ആ രക്തത്താൽ നിന്റെ നീതീകരണം നടന്നു കഴിഞ്ഞു. ഒരു രക്തം ഒരു ദേശത്തെ, ഒരു ഭൂമിയെ കളങ്കമായെങ്കിൽ ഹല്ലേലൂയ അതിലും റാങ്കുള്ള ഒരു രക്തത്താൽ നമ്മുടെ ഭൂമി ഹല്ലേലൂയ നീതീകരിക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ ഭൂമി അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ശാപം പേറുന്ന കുടുംബമാണോ നിന്റേത്? ഒരു ശാപം പേറുന്ന ഭാവിയാണോ നിന്റെ മേൽ കിടക്കുന്നത്? ആത്മാവിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്തുവേശുവിന്റെ നിർമ്മലമായ രക്തം ആ ഭൂമിയുടെ മേൽ തളിച്ചാട്ട്. ക്രിസ്തുവേശുവിന്റെ നിർമ്മലമായ രക്തം നിന്റെ നാവിനാൽ നിന്റെ ജീവിതങ്ങളിൽ മേൽ ചലിച്ച, ചില ഫിനാൻസ് മേൽ അത് ചലിക്കുകയാ, ചിലരുടെ ഭാവി മേഖലകൾ മേൽ അത് തളിക്കപ്പെടുകയാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിനെ ക്ലെയിം ചെയ്യുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് ശാപത്തിന്റെ ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇറങ്ങി ഓടത്തക്കവണ്ണം നിന്റെ മേൽ വ്യാപരിക്കുന്ന രക്തമുണ്ടല്ലോ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഹാബേലിന്റെ രക്തം ദൈവം പ്രസാദിച്ച ഏറ്റവും നല്ല ആരാധന കൊടുത്ത രക്തമാണെങ്കിലോ അതിലും റാങ്കുള്ള, ജീവിതത്തിൽ പാപം എന്തെന്നറിയാത്ത, ഹല്ലേലൂയ പാരമ്പര്യ പാപങ്ങളെ തൊടാത്ത യേശുവിന്റെ രക്തമാ നിനക്ക് വേണ്ടി ഇന്നു അതിവിശുദ്ധ സ്ഥലങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര പേർ ഇതൂതിനെ തിരിച്ചറിയുന്നു? എന്റെ കുടുംബത്തിന്മേൽ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ, എന്റെ തലമുറയുടെ മേൽ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ, എന്റെ സാമ്പത്തിക മേഖലകളിൽ മേൽ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ, ഞാൻ നിൽക്കുന്ന പട്ടണങ്ങളിൽ മേൽ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. വലിയൊരു ഹല്ലേലൂയ വാതിൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു വെച്ചിരിക്കുകയാ. ചിലരുടെ ഭാവി മേലുള്ള ശാപങ്ങൾ ഇന്ന് പകൽക്കാല നിനക്ക് ആത്മ കരുത്തുണ്ടെങ്കിൽ ആത്മാവിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ട്. ചിലരുടെ കുടുംബങ്ങളിൽ നിന്ന് ശാപങ്ങൾ പൊട്ടിമാറുന്നുവല്ലോ, ചിലരുടെ കുടുംബങ്ങളിൽ നിന്ന് ശാപങ്ങൾ പൊട്ടിമാറുന്നുവല്ലോ, ചിലരുടെ ഭാവിയിൽ നിന്ന് ശാപങ്ങൾ പൊട്ടിമാറുന്നുവല്ലോ. ആര് ഈ ദൂതിനെ സ്വീകരിക്കുന്നു? ദൈവത്തിന്റെ അധികാരത്തിൽ ഞാൻ അവരുടെ മേലെ ദൂതിനെ പകരുകയാ. ഈ ഒരൊറ്റ വെളിപ്പാടിൽ നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ നീ മുഖാന്തരം പൊളിയുവാനിടയായിത്തീരും. ഈ ഒരൊറ്റ വെളിപ്പാടിൽ നീ നിൽക്കുന്ന പട്ടണങ്ങളിൽ ഈ ദൈവശക്തി വ്യാപരിക്കുവാനിടയായിത്തീരും.
സകല രക്തത്തെ കാട്ടിൽ പവർഫുള്ളായ എന്റെ യേശുവിന്റെ രക്തം ഈ ഭൂമിയുടെ മേൽ തളിക്കുകയാണ്. സകല നാമത്തിനു മേലായ നാമമായ എന്റെ യേശുവിന്റെ രക്തത്തെ ഈ ഭൂമിയുടെ മേൽ ഞങ്ങൾ തളിക്കുകയാണ്. ഈ പീറ്റർബോർഡ് മേൽ ഞങ്ങൾ തളിക്കുകയാണ്. സ്കാർബോർഡ് മേൽ ഞങ്ങൾ തളിക്കുകയാണ്. ഞങ്ങൾ നിൽക്കുന്ന പട്ടണങ്ങളിൽ ഇനി ശാപം പേറുകയില്ല. അല്പനിമിഷങ്ങളിൽ ആത്മാവിലെ ദൂതിനെ സ്വീകരിച്ചാട്ട്, അല്പനിമിഷങ്ങളിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഒന്ന് സ്വീകരിച്ചാട്ട്. നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുമ്പോഴും പലപ്പോഴും നീ പോലും അറിയാതെ നീ ഒരു ശാപഗ്രസ്തനാക്കി നിന്നെ മാറ്റിയ ഏതൊക്കെയോ പാരമ്പര്യ ബന്ധനങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ, ചില തലമുറകളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ഈ ക്രിസ്തുവിന്റെ വെളിപ്പാട് ചില കുടുംബങ്ങളിലെ ശാപങ്ങളെ പൊട്ടിക്കട്ടെ. വൈഡകൾ പ്രഭോ രഗതുരമരഘടക. കർത്താവ് ഇങ്ങനെ പറയുക, നീ പോലും അറിയാതെ നീ ഒരു പട്ടണത്തിൽ കയറി വരുന്നതിന് മുമ്പായി ശപിക്കപ്പെട്ട ചില മണ്ണിന്റെ സ്വാധീനങ്ങൾ ഇന്ന് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ അഴിഞ്ഞു മാറുകയാ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്റെ കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു. ഒരു വീട് വിറ്റ് വേറൊരു വീട്ടിലേക്ക് വന്നു കയറിയപ്പോ അറിഞ്ഞോ അറിയാതെയോ ശപിക്കപ്പെട്ട ഒരു മണ്ണിൽ നിന്നെ ശാപമാക്കി കളയുവാൻ ദുഷ്ടശക്തികൾ ശ്രമിച്ച ചില ബന്ധനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റുകയാ. നിന്നാൽ ഒരു കുടുംബത്തിന്മേൽ ദൈവിക സമാധാനം വെളിപ്പെടുകയാ. നിന്നാൽ ഒരു മണ്ണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. തലമുറയായി കായ്മാറി വന്ന ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ പൊളിയട്ടെ. ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിൽ അതിനെ സ്വീകരിച്ചാട്ടെ. ആ രക്തത്തിന്റെ ശക്തികൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വൈഡകൾ പ്രഭാരകത ശാഥാരാമ നഗൽ പ്രഭാരക തുരിമിനിഘടക. ഹോ, ഒരൊറ്റ വെളിപ്പാട് നിന്റെ ശാപത്തെ പൊട്ടിക്കുവാനിടയായി തീരും. ഒരൊറ്റ വെളിപ്പാട് തലമുറകൾ കൈമാറി വന്ന ശാപത്തെ നിന്റെ കുടുംബത്തിൽ നഴിക്കുവാനിടയായി തീരും. ഞാൻ ആരോടൊക്കെ പ്രവചിക്കുക, നീ ഇന്ന് നിന്നെ ഒരു വെളിപ്പാടിലേക്ക് കയറുവാൻ തയ്യാറുണ്ടെങ്കിൽ നീ മുഖാന്തരം ഇന്നു മുതൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. നിന്റെ ജനറേഷണൽ കേസുകൾ ഇന്ന് പൊളിയുവാനിടയായി തീരും. ചില ശാപങ്ങളെ ദൈവം ഇന്ന് മുറിച്ചു മാറ്റുക. ചില ശാപത്തിന്റെ ചങ്ങലകളെ ദൈവം ചിലരുടെ ഭാവിയിൽ നിന്ന് അഴിച്ചു മാറ്റുക. നിന്റെ ഭാവിയുടെ മേലെ രക്തത്തെ തളിച്ചാട്ട്. വൈഡകൾ പ്രഭ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ നീ നീതിമാനാകാൻ പോകുകയാ. നിന്റെ ശാപങ്ങൾ അഴിയാൻ പോകുകയാ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഈ 15-21 കടന്നു വരുമ്പോൾ നമുക്കൊരു കനാനിയ സ്ത്രീയെ കാണാം. ഒരിക്കൽ ഒരു കനാനിയ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായിത്തീരുന്നു. അവർക്ക് കൈമാറുവാനുള്ള സന്ദേശം വിലപ്പെട്ടതാ. എന്റെ തലമുറ ഭൂതഗ്രസ്തയായി കിടക്കുന്നു. ഹല്ലേലൂയ. ഭൂതം അവളെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു വിടുതൽ വേണം. യേശുവിന്റെ മറുപടി, ഹല്ലേലൂയ, സ്തോത്രം. യേശു മൈൻഡ് ചെയ്യാതെ അവളെ വിട്ട് കടന്നു പോകുവാനിടയായി തീർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മടുത്തില്ല കേട്ടോ. ആ സ്ത്രീ വീണ്ടും പറയുകയാണ്, എന്നോടൊരു മനസ്സലിവ് തോന്നണം. ഇത് കണ്ടപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ശിഷ്യന്മാർക്ക് വളരെ മനസ്സലിവ് തോന്നിയിട്ട് യേശുവിനോട് പറയുക, അവൾ വല്ലാതെ നിലവിളിച്ച് നിന്റെ പിന്നാലെ വരുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. യേശു തിരിഞ്ഞു നിന്നിട്ട് പറയുക, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകൾക്ക് വേണ്ടിയല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഹല്ലേലൂയ, സ്തോത്രം, അവൾ പിന്മാറിപ്പോയില്ല. അവൾ വീണ്ടും നിലവിളിക്കുക, യേശുവേ, എന്റെ പൈതലിനൊരു വിടുതൽ വേണം, എന്റെ പൈതലിനൊരു വിടുതൽ വേണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, അവക്കൊരു കാര്യം പിടികിട്ടി. എന്റെ തലമുറയുടെ ശാപം പൊളിയണമെങ്കിൽ ഒരൊറ്റ ഒരുവനെ കൊണ്ട് കഴിയുകയുള്ളൂ. അത് അല്ലെങ്കിൽ മശിഹ വെളിപ്പെടുന്ന
ഓ മശിഹ വെളിപ്പെടുമ്പോൾ തലമുറകൾ കൈമാറി വന്ന ശാപം എന്റെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറുവാനിടയായി തീരുമെന്ന് ഈ സ്ത്രീക്ക് ഒരു വെളിപ്പാട് കിട്ടുവാനിടയായി തീർന്നു. അവൾ വീണ്ടും യേശുവിനോട് നിലവിളിക്കുക, യേശുവേ എന്റെ പൈതലിന് ഒരു മറുപടി വേണം. അടുത്ത യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. മക്കളുടെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. എന്തൊരു കഠിന വാക്കല്ലേ. ഹല്ലേലൂയ. മക്കളുടെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ ലിറ്ററലി നായെ ഹല്ലേലൂയ സഹോദരിയെ യേശു വിളിക്കുവാനിടയായി തീർന്നു. തിരിച്ച് അവിടെ മറുപടി പ്രകാരമായിരുന്നു, അതെ ഹല്ലേലൂയ സ്തോത്രം, അതേ യജമാനനെ ഹല്ലേലൂയ മേശമേൽ ഹല്ലേലൂയ അപ്പനുറുക്കുകൾ തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ മേശമേൽ നിന്ന് ഈ നുറുക്കുകൾ തെറിച്ചു വീഴുന്നത് എന്റെ തലമുറകൾക്ക്, ജാതികൾക്ക് വിടുതലായി മാറുവാനിടയായി തീരും. എന്താ ഈ കനാനിയ സ്ത്രീയോട് യേശു ഇങ്ങനെയൊക്കെ പ്രതികരിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹ മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം ജലപ്രളയത്തിന് ശേഷം നോഹയും തന്റെ തലമുറയെ വിടുവിച്ച ഹല്ലേലൂയ സ്തോത്രം ദൈവം വിടുവിച്ച് അവരെ ഒരു വിശിഷ്ട ഗണമായിട്ട് പുറത്താക്കിയതിനു ശേഷം നോഹ ഒരു മുന്തിരിത്തോട്ടത്തെ നട്ടുണ്ടാക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ ഹല്ലേലൂയ താൻ നട്ടുണ്ടാക്കിയ മുന്തിരിത്തോട്ടത്തിന്റെ ഫലം അനുഭവിച്ചിട്ട് വീഞ്ഞു കുടിച്ച് മത്തനായി തന്റെ നഗ്നത വെളിവാകുന്ന വിധം നോഹ കിടന്നുറങ്ങുകയാണ്, ബോധമില്ലാതെ കിടന്നുറങ്ങുകയാ. ഹല്ലേലൂയ. നോഹയുടെ 3 തലമുറകൾ ഷേം, ഹാം, യാഫേത്ത്. ഹല്ലേലൂയ. ഹാമിനെ കുറിച്ച് പറയുന്നു, അവൻ കനാന്റെ പിതാവ്. ഹാം അടുക്കലേക്ക് ചെന്നപ്പോൾ ഇതാ തന്റെ പിതാവിന്റെ നഗ്നത വെളിവായി കിടക്കുന്നു. ഹാം പുറത്തേക്ക് ചെന്നിട്ട് തന്റെ സഹോദരന്മാരോട് ചെന്ന് പറയുകയാണ്, അതെ നമ്മുടെ പിതാവിന്റെ നഗ്നത വെളിവായിരിക്കുന്നു. എന്നാൽ ഷേമും യാഫേത്തും എന്ത് ചെയ്തെന്നറിയാമോ? അവർ തങ്ങളുടെ മുഖം മറച്ചു വന്നിട്ട് നോഹയുടെ നഗ്നതയെ മറയ്ക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കുറച്ചു കഴിഞ്ഞ് ബോധം തിരിച്ചു വന്ന നോഹ വെളിയിലോട്ട് വന്ന് പറഞ്ഞു എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ എന്റെ നഗ്നത കണ്ട ഹാം ശപിക്കപ്പെട്ടവനെന്നല്ല, അവന്റെ തലമുറയായ കനാൻ ശപിക്കപ്പെട്ടവൻ. അന്ന് മുതൽ ഈ ജനറേഷൻ മേൽ ഒരു ശാപം വീഴുവാനിടയായി തീർന്നു. എന്നിട്ട് പറയുന്നു, നീ നിന്റെ തലമുറ ഈ മറ്റ് സഹോദരന്മാരുടെ അധമ ദാസനായി തീരുവാനിടയായി തീരും. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഹാമിന്റെ തലമുറയായ കനാൻ ശാപം പേറുകയാ. അന്ന് മുതൽ ഒരു ജനറേഷൻ ശാപമേറുകയാ. എന്നാൽ ഇപ്പൊ ഒരു കനാനിയ സ്ത്രീ യേശുവിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുക, എനിക്ക് മക്കളുടെ അപ്പം വേണ്ട, ഈ അപ്പം ഒന്ന് നുറുക്കപ്പെടുമല്ലോ. നുറുക്കപ്പെടുന്ന ഈ അപ്പത്തിന്റെ നുറുക്കുകൾ തെറിച്ചു വീഴുന്ന ഒരു കഷ്ടം മതി എന്റെ തലമുറയുടെ വിടുതലിന്. അവർക്ക് മനസ്സിലായി, ഇത് മശിഹയാണോ? ഇത് എനിക്ക് വേണ്ടി നുറുക്കപ്പെടുവാനിടയായിത്തീരോ? ഇത് നുറുക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് അച്ചാച്ചന്മാർക്ക് മാത്രമല്ല, ഇസ്രായേൽ യഹൂദന്മാർക്ക് മാത്രമല്ല, ഒരു സന്തതി, ഒരു ജാതീയ സന്തതിക്ക് ഇതൊരു വിടുതലായി ചലിക്കുവാനിടയായിത്തീരോ? അവിടെ ഒരു ഒറ്റ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവെ വിളിച്ചു പറയുക, കനാൻ ഇന്നലെ വേറെ പേര് നടന്ന ശാപം അവിടെ കുടുംബത്തെ തൊട്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. യേശു പറയുക, നിന്റെ വിശ്വാസം വലിയത്, നീ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല, നീ അപേക്ഷിക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറയാ, നിന്റെ ഒരൊറ്റ വെളിപ്പാട് മതി. ഇന്നലെ വരെ പേറി നടന്ന ശാപത്തെ നിന്റെ ഒരു ഒറ്റ വെളിപ്പാടിൽ നിനക്ക് പൊളിക്കാൻ പറ്റോ? ആരോ പറഞ്ഞു ഈ മണ്ണ് ശപിക്കപ്പെട്ടതാ, ആരോ പറഞ്ഞു ഇവിടെ എന്ത് വിതച്ചാലോ ഒരു പരിധി കൂടുതൽ വളരുകയില്ലെന്ന്. എന്നാൽ ഞാൻ ആത്മാവി വിളിച്ചു പറയാ, ക്രിസ്തുവേശുവിന്റെ വെളിപ്പാട് നിന്റെ മേൽ കിടപ്പുണ്ടോ? പാതി വഴി വെച്ച് കലപ്പിയിട്ടിട്ട് നീ പോകുകയില്ല. നിനക്കൊരു വെളിപ്പാടുണ്ട്. നീ നിൽക്കുന്നത് ക്രിസ്തു വെളിപ്പാടിലാകുകയാ. നീ നിൽക്കുന്ന മണ്ണ് അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരോ. നിന്നാലൊരു സന്തതി വിടുതൽ പ്രാപിക്കുവാനിടയായി തീരോ. ഞാനിങ്ങനെ പറയട്ടെ, നീ ചലിക്കുന്ന സമയം മുതൽ അല്ലെങ്കിൽ അതിന് പിന്നിലെന്നും അതിന്റെ മുന്നിലെന്നും ചരിത്രം മാർക്ക് ചെയ്യുന്ന രീതിയിൽ നീ കാലഘട്ടങ്ങളെ തിരിക്കുന്നവരായി തീരോ. ആ രക്തത്തിന്റെ ശക്തി ചില കുടുംബങ്ങളിൽ മേൽ വന്ന് വീഴുവാനിടയായി തീരട്ടെ. ഞാൻ ഇങ്ങനെ പറയാ, മശിഹായുടെ ശക്തി ചില കുടുംബങ്ങളിൽ മേൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ബൈബിൾ നിന്റെ തലവണ്ണയുടെ കീഴിൽ വെച്ചത് കൊണ്ടല്ല, നീ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ഈ രക്തം എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടത് കൊണ്ട് എനിക്ക് നന്നായി പറയുവാൻ പറ്റൂ, എന്റെ വിടുതൽ ചലിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ നാമം എന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞു.
ക്രിസ്തുവിന്റെ വെളിപ്പാടുള്ള തലമുറയുണ്ടോ? ഞാൻ കൈമാറാ. നീ അത്ഭുതമാകൂ, നീ ഒരു ദേശത്തിന് അത്ഭുതമാകൂ. ഞാൻ ഇങ്ങനെ പറയാ, ഒരുവനാൽ ശാപം ഈ ഭൂമിയിൽ വന്നെങ്കിൽ ഒരുവനാൽ നീ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ബൈബിളിൽ നമുക്കൊരു മനുഷ്യനെ കാണാം. അവന്റെ പേര് ഹല്ലേലൂയ സ്തോത്ര കുറേനക്കാരനായ ശീമോൻ എന്ന. ഹല്ലേലൂയ. ശാപം പേറി നടന്നൊരു കുടുംബമായിരുന്നു അവൻ്റേത്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയട്ടെ, ക്രൂശിൽ ആരെങ്കിലും യേശുവിനെ ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ സ്തോത്ര ശീമോനായിരുന്നു. ഹല്ലേലൂയ. കുറേനക്കാരനായ ശീമോനായിരുന്നു. അവൻ അറിഞ്ഞോ അറിയാതെയോ ഈ ക്രൂശീകരണത്തിന് ഒരു പാർട്ടാകുവാനിടയായി തീർന്നു. ഒരു ക്രൂശിന്റെ അറ്റം അവന്റെ തോളിൽ ഒന്ന് എടുത്തു വെക്കുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ, അവന്റെ കുടുംബത്തെ നാളെയിൽ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. തുടർന്ന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്ര, എന്റെ സഹോദരന്മാരായ ഞാൻ നിൽക്കുന്ന അതേ പുൽപ്പിറ്റിൽ നിൽക്കുന്ന രൂഫസിനെയും അലക്സാണ്ടറിനെയും വന്ദനം ചൊല്ലുക. ഇത് വേറെ ആരുടെ മക്കളല്ല, ഇത് കുറേനക്കാരനായ ശീമോന്റെ മക്കളാ. ഹല്ലേലൂയ. വയലിൽ മാത്രം പണിയെടുത്ത് ശീലിച്ച നീ എങ്ങനെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് കയറിയത്? നിന്റെ തലമുറ എങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് കയറിയത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അറിഞ്ഞോ അറിയാതെയോ ഒരു സന്തതി ഈ ക്രൂശിലേക്കൊന്ന് തൊടുവാനിടയായി തീർന്നു. അറിഞ്ഞോ അറിയാതെയോ ഈ ക്രൂശിന്റെ അറ്റം ഒരു സന്തതി എടുത്ത് തോളിൽ വെക്കുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ആത്മാവ് എങ്ങനെ പറയട്ടെ, നീ അറിയാതെ കയറിയതല്ല. ഈ ക്രിസ്തു വെളിപ്പാടിൽ നിൽക്കുന്ന നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ ചരിത്രത്തെ മാറ്റിക്കുറിക്കുവാനിടയായി തീരും. ഒരു കുടുംബത്തിന്റെ ശാപത്തെ നീ തിരുത്തി കുറിക്കുവാനിടയായി തീരും. അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ 4 തലമുറകൾക്ക് മുമ്പായി പൈശാചിക മണ്ഡലങ്ങൾക്ക് ക്ലെയിമിനൊരു ഡോറ് തുറന്നു കൊടുത്ത ഒരു കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് യേശുവിന്റെ രക്തത്താൽ ശാപത്തെ മുറിച്ചു മാറ്റുകയാണ്. ഒരു ചെയിൻ പോലെ പലപ്പോഴും ശാപം പേറി നടക്കുന്ന ചില അവസ്ഥകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മുറിച്ചു മാറ്റുകയാണ്. നിങ്ങൾ സെഫന്യാവ് എന്നൊരു പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ സെഫന്യാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്ര. അവന്റെ രാജ കുടുംബത്തിൽപ്പെട്ടവനാണ് അവൻ. ഹല്ലേലൂയ സ്തോത്ര. ഹിസ്കിയാവിന്റെ മകനാണ് അവൻ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു തലമുറയുടെ 4ാം തലമുറയാണവൻ. ഹല്ലേലൂയ. പെട്ടെന്ന് കയറി വന്നുകൊണ്ട് പറയുക, പക്ഷെങ്കിൽ ഒരുവൻ ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയായിത്തീരുന്നു. അവന്റെ പേരിൽ ദൈവം ഒരു പ്രവാചക പുസ്തകത്തെ വേദപുസ്തകത്തിൽ കുറിക്കുവാനിടയായിത്തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നലെ വരെ നിന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തെന്നുള്ളതല്ല പ്രശ്നം. 4 തലമുറയുടെ മുകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മന്ത്രവാദികൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ജപിച്ചു കെട്ടിയെന്നോ ചൊല്ലിക്കെട്ടിയെന്നും പറഞ്ഞതല്ല പ്രശ്നം. നീ എന്തു ചെയ്തു? നീ പറയുന്നത് പോലെ നിന്റെ കുടുംബത്തിന്മേൽ സംഭവിക്കും. വാക്കിന്റെ ഒരു വലിയ അധികാരം, ചില പദത്തിന്റെ വലിയൊരു അധികാരം ചില കുടുംബങ്ങളിൽ മേൽ വീഴാൻ പോകുകയാണ്. അറിഞ്ഞോ അറിയാതെയോ വാക്കിനാൽ വിളിച്ചു വരുത്തിയ ചില ശാപങ്ങൾ ചില കുടുംബത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. തലമുറ ശാപങ്ങളെ കൈമാറി വന്നെങ്കിൽ ഞാൻ പറയാം, യേശു ക്രിസ്തുവിൽ മുതൽ അല്ലെങ്കിൽ തലമുറയായി നമ്മൾ അനുഗ്രഹങ്ങളെ കൈമാറുന്നവരായി തീരാൻ പോകുകയാണ്. ഏതൊക്കെ മേഖലകളിൽ നിന്റെ കുടുംബത്തിൽ ശാപം തൊട്ടിട്ടുണ്ടോ അതെല്ലാം യേശുവിന്റെ രക്തത്താൽ ഇന്ന് അഴിഞ്ഞു മാറുവാനിടയായി തീരട്ടെ. ആ രക്തത്തെ ഒന്ന് ക്ലെയിം ചെയ്താട്ടെ, പറഞ്ഞാട്ടെ, വായി തുറന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തം എന്റെ വീണ്ടെടുപ്പിന് കാരണമായി, യേശുവിന്റെ രക്തം എന്റെ ശുദ്ധീകരണത്തിന് കാരണമായി, യേശുവിന്റെ രക്തം എന്റെ ശാപക്കെട്ടുകൾ അഴിയുന്നതിന് കാരണമായി, യേശുവിന്റെ രക്തം എന്റെ ഭൂമിയിൽ നിന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നതിന് കാരണമായി. അതെ, യേശുവിന്റെ രക്തത്താൽ വിടുതൽ ചലിക്കുകയാ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചില കുടുംബങ്ങളിന്മേ ആഞ്ഞടിക്കുവാനിടയായി തീരട്ടെ. Praise the Lord, praise the Lord, praise the Lord, hallelujah. എത്ര വിശ്വസിക്കുന്നു? അറിഞ്ഞോ അറിയാതെയോ എന്റെ കുടുംബത്തിലുള്ള ശാപത്തെ ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചെന്ന്
ഒന്ന് രണ്ട് പേർ വിശ്വസിക്കുന്നുവല്ലോ. ഞാനിങ്ങനെ പറയട്ടെ, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കുവാനിടയായി തീരട്ടെ. ഞാനിങ്ങനെ പറയാം, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരിക്കൽ, ഹല്ലേലൂയ സ്തോത്രം, ഭൂതം ബാധിച്ച ഒരുവനെ യേശു വിടുവിക്കുവാനിടയായിത്തീരുന്നു. അവനിൽ നിന്ന് ഭൂതം പോയിട്ട് ഇങ്ങനെ പറയുന്നത്, തണുപ്പുള്ള ഒരു സ്ഥലം തപ്പി ഈ ഭൂതം ഇങ്ങനെ അലഞ്ഞു നടക്കുകയാ. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് ഭൂതം വീണ്ടും വരുന്നു. നോക്കുമ്പോൾ കാണുകയാണ്, ഇത് നല്ല അടിച്ചുവാരി വൃത്തിയുള്ളതായിട്ടിട്ടിരിക്കുന്നു. ഇവൻ വീണ്ടും ചാടിക്കറി അവിടെ ഇരുന്നില്ല. ഇവൻ തിരിച്ചു പോയിട്ട് അവനിലും ശക്തിയുള്ള 7 ദുരാത്മാക്കളുമായി വീണ്ടും ഈ മനുഷ്യന്റെ മേൽ വന്ന് വസിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ, ഇന്നൊരു ശാപം മുറിക്കൽ നിന്റെ ശരീരത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ന് ചില ബന്ധനങ്ങളിൽ അറുത്തു മാറ്റുന്ന ഒരു പ്രക്രിയ നിങ്ങളുടെ ശരീരത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ വിടുതൽ നിലനിൽക്കണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിനാൽ ആ അന്തരീക്ഷത്തെ നിറച്ചേ പറ്റുകയുള്ളൂ. ഇപ്പോൾ നീ ക്ലീൻ ആയിരിക്കാം, നിന്റെ കുടുംബം ക്ലീൻ ആയിരിക്കാം, എന്നാൽ ഈ പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഭവനത്തെ നിറയ്ക്കുവാനിടയായി തീരട്ടെ. ഞാനിങ്ങനെ പറയട്ടെ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമല്ലേ. ഒരു സ്ത്രീയുടെ സന്തതിയാ. ഹല്ലേലൂയ. പാപം ഈ ഭൂമിയിൽ വീണ സ്ത്രീയുടെ സന്തതികളായിരുന്നു കായീനും ഹാബേലും. ഹാബേലിന്റെ രക്തം തന്റെ സഹോദരനോടുള്ള പ്രതികാരത്തിന് വേണ്ടി കരഞ്ഞു എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ തനിക്കൊരു നീതി കിട്ടേണ്ടതിന് വേണ്ടി തന്റെ രക്തം നിലവിളിക്കുവാനിടയായി തീർന്നു. എന്നാൽ കായീന്റെ മേൽ ദൈവം ഒരു മാർക്കിടുവാനിടയായി തീർന്നു, ആരും ഇവനെ കൊല്ലരുത്. എന്നാൽ കാൽവറി ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി ഒരുവൻ അറുക്കപ്പെടുവാനിടയായി തീർന്നു. അവന്റെ നീതിയുടെ രക്തം ഒരു മണ്ണിൽ വീഴുവാനിടയായി തീർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നിട്ട് അവൻ പറയുകയാ, ഹല്ലേലൂയ, രക്തച്ചൊരിച്ചിലും ഒരു മനുഷ്യപുത്രനിലൂടെ നടന്നിരിക്കുന്നു, മാർക്കും എൻ്റെ ശരീരത്തിൽ കിടക്കുന്നു. നീ വിരൽ നീട്ടി എൻ്റെ കൈമേ തൊടുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തേക്ക് ഇടുക. ഹല്ലേലൂയ. ഒരു സ്ത്രീയുടെ സന്തതികളിൽ കൂടി ശാപം ഭൂമിയിലേക്ക് വീണപ്പോൾ അതാ, ഹല്ലേലൂയ, നീതിയുള്ള ഒരു സ്ത്രീയുടെ സന്തതിയിൽ കൂടി യേശു വിടുതലിനെ സഭയ്ക്ക് പകരുവാനിടയായി തീർന്നു. എന്നിട്ട് സഭയോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഈ മാർക്കോടുകൂടി ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുകയാ. നിങ്ങൾക്കൊരു മാർക്ക് തരാ. അതെ, അത് പരിശുദ്ധാത്മാവത്രേ. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം മറ്റൊന്നിനും നിന്നെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. നിന്റെ മേലൊരു സൈൻ വീണിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടിരിക്കുന്നു. നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. തലേ കൈവച്ചിട്ട് പറഞ്ഞ്, യേശുവിന്റെ രക്തം വീണ ഞാൻ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ രക്തം വീണ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ രക്തം വീണ എന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ രക്തം വീണ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ശാപം പൊളിയട്ടെ, ശാപം പൊളിയട്ടെ, ശാപം പൊളിയട്ടെ. ചിലരുടെ ജീവിതങ്ങളിൽ നിന്ന് ശാപം പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ പൊളിഞ്ഞു മാറട്ടെ.